കേരള സൂപ്പർ ലീഗിൽ കാലിക്കറ്റ് FC ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസിനെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഒരു മാസത്തെ പരിശീലനത്തിനൊടുവിൽ മികച്ച ടീമുമായാണ് മത്സരത്തിന് ഇറങ്ങുന്നതെന്ന് കാലിക്കറ്റ് FC ക്യാപ്റ്റൻ ജിജോ ജോസഫ് ടുട്ടു പറഞ്ഞു. സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് FCയുടെ ക്യാപ്റ്റൻ ജിജോ ജോസഫ് ടുട്ടു ആണ് എനിക്കൊപ്പം ഉള്ളത്. എങ്ങനെയാണ് മത്സരത്തെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ? നല്ല പ്രതീക്ഷയുണ്ട്. നമ്മൾ ടീം സെറ്റിൽഡാണ്. ഒരു മാസത്തെ കണ്ടിന്യൂസ് ട്രെയിനിങ് ആണ് നമ്മുടെ ടീമിൻ്റെ മുതൽക്കൂട്ട്. പിന്നെ ഫോറിൻ പ്ലേയേഴ്സ് ആണെങ്കിലും നല്ല കോൺഫിഡൻസിലാണ്. നമ്മൾ ഇന്ത്യൻ ലോക്കൽ പ്ലേയേഴ്സ് ആണെങ്കിലും നല്ല ക്വാളിറ്റി പ്ലേയേഴ്സാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു കളി കാഴ്ചവെക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ആദ്യ മത്സരം തിരുവനന്തപുരമായിട്ടല്ലേ? തിരുവനന്തപുരമായിട്ട്. കഴിഞ്ഞ മത്സരം കണ്ടോ? തുടങ്ങി കഴിഞ്ഞല്ലോ മത്സരങ്ങൾ. ഫസ്റ്റ് മാച്ച് കണ്ടു, മലപ്പുറം വേഴ്സസ് കൊച്ചി കളി കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഈ സൂപ്പർ ലീഗിനെ എങ്ങനെ വിലയിരുത്തുന്നത്? നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പുതിയ പ്ലേയേഴ്സിന് നല്ലൊരു ചാൻസാണ്. ഇന്ന് കേരള ഒരു സ്റ്റേറ്റ് ലീഗ് നല്ലൊരു ഹൈപ്പിലെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഓൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പ്ലേയേഴ്സ് ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യലും അന്വേഷിക്കലൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാവും നമ്മുടെ കേരള ഫുട്ബോൾ പ്രേമികൾക്കാണെങ്കിലും പ്ലേയേഴ്സിനാണെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം എല്ലായിടത്തും ക്ലബ്ബുണ്ട്, ചെറിയ ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ കളിക്കാനൊരു അവസരം ഇല്ല എന്നുള്ളതായിരുന്നു പല കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമം. അത് മാറിക്കിട്ടും ഇതോടുകൂടെ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈയിടെയായിട്ട് തന്നെ ഇപ്പോൾ KPL ആണെങ്കിലും ഒരുപാട് ലീഗുകൾ മത്സരങ്ങളാണെങ്കിലും ഒരുപാട് ടീമുകൾ ഇപ്പോൾ ഫുട്ബോളിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് ആണെങ്കിലും എല്ലാവരും ഇപ്പോൾ ഫുട്ബോളാണ് ഉറ്റുനോക്കണം. അപ്പോൾ പ്ലേയേഴ്സിന് ഇനിയിപ്പോൾ കളിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു അഭാവം എന്തായാലും ഇനിയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് വിശ്വാസം. നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ പ്ലേയേഴ്സിന് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയിട്ട് ക്ലബ്ബുകളിൽ പോയി ജോയിൻ ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ല. നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ഒരുപാട് ക്ലബ്ബുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഈ സന്തോഷ് ട്രോഫിക്ക് ശേഷം ജിജോ നേരിട്ട് ഈ ടീമിലേക്കല്ലേ വരുന്നത്? ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് 2-3 ക്ലബ്ബിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഈ കാലിക്കറ്റ് FC കേരള സൂപ്പർ ലീഗിൽ ഇപ്പോൾ കാലിക്കറ്റ് FC. ഏത് ടീമായിരിക്കും നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കാണുന്നത്? അത് നമ്മുടെ മലപ്പുറം തന്നെയായിരിക്കും. മലപ്പുറത്ത് തന്നെയാവും എല്ലാവരും സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ടാവുക. അവരെ തന്നെയാവും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. മലപ്പുറം കോഴിക്കോടാണ് എല്ലാവരും കൂടുതലും വീക്ഷിക്കുന്നുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കും. കാരണം നമ്മൾ കപ്പ് നമുക്കുള്ളതല്ലേ? തീർച്ചയായും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. മികച്ച ടീമുമായിട്ടാണ് മത്സരത്തിന് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ജിജോ പറയുന്നത്. എന്തായാലും കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ 5 മത്സരങ്ങളുണ്ട്. കാലിക്കറ്റ് FCയുടെ ഹോം ഗ്രൗണ്ടാണ്. അവിടെ 5 മത്സരങ്ങളാണുള്ളത്. എവേ മാച്ചുകളൊക്കെ മറ്റ് സ്ഥലങ്ങളിലായിട്ട് നടക്കുകയും ചെയ്യും. കാണികൾക്ക് വരാം. നല്ലൊരു മത്സരം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ക്യാപ്റ്റൻ ഉറപ്പ് നൽകുന്നുണ്ട്. ജയ്സിൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.